കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവൻ്റെ 5 വഖത്ത് നിസ്കാരം അവൻ നിർവഹിക്കുന്നത്. ഒരാൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ അവൻ്റെ കിടത്തം ഖിബിലയിലേക്ക് നേരിട്ടിച്ച് ആയിരിക്കണം കിടന്നുറങ്ങേണ്ടത്. ഒരു രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ അവനെ കിടത്തേണ്ടത് ഖിബിലയിലേക്ക് നേരിടിച്ചിട്ടാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ഖബറിൽ അവനെ കൊണ്ടുപോയി വെക്കുമ്പോൾ അവൻ്റെ മുഖം ഖബറിൽ ഖിബിലയിലേക്ക് നേരിടിച്ച് കിടത്തണമെന്നാണ്. അതല്ലാതെ മറവ് ചെയ്താൽ മയ്യത്ത് ജീർണിക്കുന്നതിന് മുമ്പ് അത് ശരിപ്പെടുത്തണമെന്ന് വരെ ഫുഖഹാക്കളുടെ അഭിപ്രായം. അത്രയും പ്രാധാന്യമാണ് നിത്യജീവിതത്തിൽ കഅബാലയുമായി, ഖിബിലയുമായി, ബൈത്തുള്ളയുമായി, അല്ലാഹുമായിട്ടുള്ള ആ മഹത്വമേറിയ ഗേഹവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അത് ദൃഢപ്പെടുത്തുക എന്നുള്ളത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഘടകമാണ്. കഅബാലയത്തെ തേടി അനേകം ലക്ഷം ആളുകൾ ഹജ്ജിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പലരും ഉംറ നിർവഹിച്ചവരാണ്, ഹജ്ജ് നിർവഹിച്ചവരാണ്. പക്ഷേ ആ ഹജ്ജ് നിർവഹിച്ചു പോന്നു എന്ന് കരുതിയിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ എത്തണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് നമ്മളൊക്കെ ഇവിടെ നിന്ന് വരിക. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് മഹൽ സ്തൂപങ്ങളും കാണാനഴകുള്ള ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളും അത്ഭുതം കൂറുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുടെ കലവറകൾ ലോകത്തുണ്ടെങ്കിലും ഒരു വട്ടം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കാണണമെന്ന് പിന്നീട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇനി അത് കാണാൻ വലിയ ഒരു വട്ടം കണ്ടതല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമെങ്കിൽ പരിശുദ്ധമായ കഅബാലയം എന്ന് പറയുന്നത് കണ്ടാലും കണ്ടാലും കൊതി തീരാതെ അവിടെ പോയി പോന്നാലും വീണ്ടും അങ്ങോട്ട് ചെല്ലണമെന്ന ആഗ്രഹത്തോടുകൂടെ നിലനിൽക്കുന്ന ഒരു ഗേഹമാണ് കഅബാലയം. പരിശുദ്ധമായ ഖുർആൻ നമ്മോടത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ. കഅബാലയത്തെ സംവിധാനിച്ചത് മസാബതൻ ലിന്നാസ്. മസാബതൻ ലിന്നാസ് എന്ന് പറഞ്ഞാൽ ലാ യഖൂന മിൻഹു വതറൻ യഅ്തൂനഹു സുമ്മ യർജിഊന ഇലൈഹി സുമ്മ യഊദൂന ഇലൈഹി. അതിനെ മഹാന്മാരെ തഫ്സീർ ചെയ്യുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നു. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടി പോകുന്നു, തിരിച്ചു വരുന്നു. സുമ്മ യർജിഊന ഇലൈഹി, പിന്നീടും അങ്ങോട്ട് പോകാൻ വേണ്ടി, മടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയും അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി വല്ലാതെ ഇഷ്ടപ്പെടുകയും എത്തിപ്പെടുകയും ചെയ്യുന്ന. എന്താണ് ഈ മസാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആഗ്രഹം തീരാതെ വീണ്ടും വീണ്ടും ഓടിയെത്താൻ കൊതിക്കുന്നതായ കേന്ദ്രമെന്നാണ് മസാബത്ത് കൊണ്ട് അവിടെ വിവക്ഷ വെക്കുന്നത്. അങ്ങനെ കഅബാലയത്തെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ ആ കഅബാലയത്തെ വീണ്ടും വീണ്ടും കൊതിക്കുന്നത് പോലെ മനുഷ്യരാകുന്ന നമ്മുടെയും മറ്റുള്ളവർ കാണാൻ വേണ്ടി കൊതിക്കണം. ആ ഒരു സ്വഭാവ മഹിമ ഒരു മുഅ്മിനായ മനുഷ്യനാകുമ്പോൾ നമ്മളിൽ വേണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഒരാൾ നമ്മെ ഒരു വട്ടം കണ്ടാൽ പിന്നെയും നമ്മെ കാണാൻ കൊതിക്കുക. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ ശുദ്ധി ഉണ്ടായിരിക്കണം. സ്വഭാവശുദ്ധിയിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വർണ്ണമുണ്ടാവണം. അവന്റെ ലൈംഗിക ശുദ്ധിയിൽ, അവന്റെ സാമ്പത്തിക ശുദ്ധിയിൽ, അവന്റെ ജീവിതത്തിന്റെ എല്ലാ ശുദ്ധികളും അവൻ പുലർത്തുന്നവനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായി വാക്കുകളിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ സത്യസന്ധതയുടെ ജീവിതം നയിക്കുന്നവനായി ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ മാറണമെന്നാണ് ഇതിൻ്റെ
അർത്ഥതലങ്ങളിലൂടെ പോയി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു ഉദാഹരണമാണ്. ഹബീബായ മുത്ത് നബിയെ കാണാൻ കൊതിച്ച ഭാരതന്മാരായ സ്വഹാബത്തുകൾ ഒരു വട്ടമല്ല, പിരിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയാണ് സ്വഹാബത്ത്. മഹാനായ സുബ്ഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടവരായിരിക്കും. മഹാനായ സുബ്ഹാനോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ശരീരം എന്തുകൊണ്ടാണ് ഇങ്ങനെ വല്ലാതെ വിഷമത്തോടു കൂടെ വല്ലാതെ ശോഷിച്ചു പോയതെന്ന് ചോദിക്കുമ്പോ, നബിയെ മറ്റൊന്നുമല്ല, സങ്കടം കൊണ്ടോ അതല്ലെങ്കിൽ രോഗം കൊണ്ടോ നിത്യമായൊരു കാര്യം കൊണ്ടൊന്നുമല്ല എനിക്കത് പറ്റിയിട്ടുള്ളത്. നബിയെ, അങ്ങേ എനിക്കിവിടെ കാണാൻ കഴിയുമ്പോ എനിക്കങ്ങേ ഇവിടെ വന്ന് കാണാൻ പറ്റും. ഞാൻ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ അങ്ങക്ക് വലിയ ദറജയിലായിരിക്കും, വലിയ പദവിയിലായിരിക്കും. അങ്ങനെ പദവിയിലിരിക്കുമ്പോൾ അങ്ങേ എനിക്കെങ്ങനെ കാണാൻ കഴിയും എന്ന വിഷമത്താൽ നമ്മളൊരു ഉപ്പയാണ് എന്ന് സങ്കല്പിക്കുക. സങ്കല്പമല്ല, നമ്മൾ ഉപ്പമാരാണല്ലോ. ആ ഉപ്പയെ നിത്യമായി മകനെ കാണാൻ ആകർഷിക്കുന്നുണ്ട്. നമ്മളൊരു അയൽവാസിയാണ്, നമുക്ക് കുടുംബ ബന്ധങ്ങളുണ്ട്, നമ്മുടെ കച്ചവട ബന്ധങ്ങളുണ്ട്. ഒരു ബന്ധം പിന്നെയും പിന്നെയും നമ്മളെ കാണാൻ ആകർഷിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ആഗ്രഹമാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മെ കാണാനുള്ള, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ നന്മകളിലൂടെ മറ്റുള്ളവരെ നമ്മൾ ആകർഷിക്കുന്നവരായി മാറണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബായ മുത്തുനബിയുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കയറി വരുന്നുണ്ട്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, പെരുമാറാൻ വളരെ മോശപ്പെടുന്നതായ രൂപത്തിലുള്ള ഒരാൾ കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹബീബായ മുത്തുനബി പറഞ്ഞു, അത്ര നല്ല മനുഷ്യരല്ലാത്ത ഒരാളിതാ കയറി വരുന്നു. ഗീബത്ത് പറഞ്ഞതല്ല, ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ ജീവിതമാണെന്നൊരു സൂചന കൊടുത്തതാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ ഇദ്ദേഹത്തെ ചെയ്യുന്നത്, വീട്ടിലേക്ക് വന്നു, നല്ല വിരിപ്പ് വിരിച്ചു കൊടുത്തു, നല്ലൊരു പായ വിരിച്ചു കൊടുത്ത് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു, നല്ല വാക്കുകൾ പറഞ്ഞു, നല്ല പ്രവർത്തനങ്ങൾ അവിടെ, നല്ല വാക്കോടുകളൊക്കെ എല്ലാ വാക്കുകളും കേട്ടു. ഹബീബായ മുത്തുനബിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മഹദിയായ ആയിഷ ബീബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇതിപ്പോൾ എന്താ സംഭവം? മോശപ്പെട്ട മനസ്സിൻ്റെ ഉടമ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, പ്രവർത്തനങ്ങളുടെ ഉടമ കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഏറെ അദ്ദേഹത്തെ സ്വീകരിക്കുകയല്ലേ ചെയ്തത്? ഇതല്ലല്ലോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഹബീബായ മുത്തുനബി അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നെപ്പോഴാണ് ഒരു മോശപ്പെട്ട ആളായിട്ട് നിനക്ക് തോന്നിയത് എന്ന് ആയിഷ ബീവിയോട് ഹബീബായ മുത്തുനബി ചോദിക്കുന്നുണ്ട്. ഇന്നെപ്പോഴാണ് മോശപ്പെട്ട ആളായി തോന്നിയത്? മനസ്സിലാക്കാൻ തോന്നിക്കുന്നുണ്ട്. ഏറ്റവും നല്ല, ഏറ്റവും വെറുക്കപ്പെട്ട ആളുകളാണെങ്കിൽ പോലും നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുക. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഷർറിനാൽ, ഒരു മനുഷ്യന്റെ പ്രവർത്തനത്താൽ, മോശപ്പെട്ട പ്രവർത്തനങ്ങളാൽ മനുഷ്യൻ അവനെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തുന്നുണ്ടോ, അവനാണ് ഏറ്റവും വലിയ ജനങ്ങൾക്കിടയിൽ ഖിയാമത്ത് നാളിൽ മാറ്റി നിർത്തേണ്ട, ഉപേക്ഷിക്കപ്പെടേണ്ട സ്ഥാനമുള്ളവനെന്ന് ഹബീബായ റസൂലുള്ളാഹി കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതങ്ങൾ എല്ലാവരെയും ആകർഷിക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ, നന്മയോടുകൂടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം മറ്റുള്ളവർക്ക് താങ്ങായി, തണലായി നിൽക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതങ്ങൾ നയിക്കുക. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ